ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്, അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ആ വീഡിയോൻ്റെ തുടർച്ച എന്നാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെവൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലെ ലെവൽ 1, 2, 3 3യിൽ എന്താ പറയുക 28 വരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ക്യാമറയുടെ ക്ലാരിറ്റി പോയി, അത് കാരണം അത് അവസാനിപ്പിക്കേണ്ടി വന്നു. അതാണ് പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് അതിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ നമ്മൾ ലെവൽ 3 ആണ് തുടങ്ങുന്നത് ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ. 28 മുതൽ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ, അത് മുതലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ഫിസിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് ഗാലറിയിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ മൊബൈൽ ഗാലറിയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം അരമണിക്കൂറോളമുള്ള വീഡിയോ ഒക്കെ വരുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് ആ വീഡിയോ ചെയ്തപ്പോഴൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് ടൈം എടുത്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നടക്കില്ല. കുറേ സമയം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്ട്രാ ടോപ്പിക്കൊന്നും എടുക്കാൻ സാധിക്കാതെ വരും എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ 2 വീഡിയോ ആയിട്ട് ചെയ്യേണ്ട അവസ്ഥയായി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കെമിസ്ട്രിയിലാണ്. അപ്പം നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചെയ്ത് വെച്ച വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്സുകൾ CCT പറയും എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ തീരുമാനിച്ചു വെച്ചിരുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ടൈം ഉണ്ടെങ്കിൽ ചെയ്യും, വേറെ ടോപ്പിക്സും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും ഈ വീഡിയോയിൽ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കും. ലെവൽ 4ഉം കൂടി പറഞ്ഞ് പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. പറഞ്ഞിട്ടല്ല, നമ്മൾ വീഡിയോയിൽ കാണിച്ച് അത് വീഡിയോ നമ്മൾ എൻഡ് ചെയ്യും, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മൈക്ക് ഓഫ് ആവാറാണ് ഒരവസ്ഥയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തീർക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ മൊബൈല് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത രീതി തന്നെ സെറ്റ് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ ലെവൽ 3ലാണ് 28 കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ചേർന്ന് കഴിഞ്ഞ വീഡിയോന്റെ ക്യാമറയുടെ ക്ലാരിറ്റി പോയത്, അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം ജസ്റ്റ് വല്ലപ്പോഴൊന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളൂ ആ വീഡിയോയിൽ, വേറെ ഒന്നുമില്ല. അത് അങ്ങനെ തന്നെ അത് അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം ക്യാമറ ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ക്ലാരിറ്റി പോവുകയാണ്. ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു, അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് ഫിസിക്സിലോട്ട് നേരെ നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നത്, ഫിസിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പം ഇത് വീണ്ടും ഇങ്ങനെ തന്നെ അവസ്ഥയായി. എന്തായാലും ഞാൻ അധികം ടൈം കളയുന്നില്ല, 28 മുതൽ നോക്കാം. എക്സ്ട്രാ ടോപ്പിക് എടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, നടക്കുമായിരിക്കുന്നു വിചാരിക്കുന്നു. ശരിക്കും അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഉണ്ട്. ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ചെയ്യുന്നുള്ളൊരു, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവണം ഒരുപാട് ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്. എന്തായാലും എൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയി എന്ന് പറയാം. എപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. എന്തായാലും ഇതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് പറയാം.
Supporting the natural water cycle, water gets purified by evaporation and condensation. Answer A, evaporation and condensation. ശരിക്കും നമ്മുടെ വീഡിയോ ജസ്റ്റ് നമ്മളൊന്ന് സംസാരിക്കാതെ എടുക്കുന്നത്, എന്നിട്ട് തന്നെ നല്ലൊരു ടൈം എടുക്കുകയാണ് വീഡിയോ ചെയ്യുന്നതിന്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും പറയാതെ തന്നെ വീഡിയോ എടുത്തിട്ട് സെവൻറ്റി 1 ക്വസ്റ്റ്യൻ എന്താ പറയുക, ശ്രദ്ധിക്കുക ദയവായിട്ട്. ഇപ്പോഴും ക്യാമറയുടെ ക്ലാരിറ്റി വളരെ കുറവാണ്, ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് നിങ്ങളോട് പ്രത്യേകം പറയാണ്.
180 നല്ല ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ലെവൽ 3 അവസാനിക്കണം. ഇനി ലെവൽ 4 ആണ് ഇനി പറയാനുള്ളത്. നോക്കാം. ലെവൽ 4 നിങ്ങൾക്ക് മനസ്സിലാവും, മാച്ച് ദ ഫോളോയിങ്. ഇതോടെ അവസാനിക്കുന്ന 14 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ മാച്ച് ദ ഫോളോയിങ് കോളംസ് എന്ന് പറഞ്ഞിട്ട് ഇതോടെ അവസാനിക്കാണ് ലെവൽ 4. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി വളരെ കുറവാണ്, ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകം ആവർത്തിച്ച് പറയാണ്. പരമാവധി നമ്മൾ ശരിയാക്കാൻ നോക്കും, ശരിയാവില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് എത്തുകയാണ്. നമ്മുടെ കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഇനി കാണിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ, വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ പിന്നെ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്യും യൂട്യൂബിലെ വീഡിയോ വെച്ചാൽ 2 വീഡിയോ നിങ്ങൾ ഒന്നിച്ച് വാച്ച് ചെയ്യണം. അതിന് ശേഷമാണ് ഈ ആൻസേഴ്സ് നോക്കണം, എന്നാലേ കാര്യമുള്ളൂ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ക്യാമറയുടെ ക്ലാരിറ്റി കാരണം നമ്മൾ ലെവൽ 1, 2 ഒക്കെ ചെയ്തേക്കണ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പം ഇതിൽ ലെവൽ 3 മുതലാണ് തുടങ്ങിയേക്കുന്നത്. അപ്പം 2 വീഡിയോ ഒന്നിച്ച് നമ്മൾ വാച്ച് ചെയ്താലേ കാര്യമുള്ളൂ. കാരണം ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ആൻസറൊന്നും ഇല്ല. ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം 2 വീഡിയോ ദയവേത് ഒന്നിച്ച് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. നമുക്കിനി ആൻസേഴ്സിലേക്ക് പോവാം. ഇനി ആൻസറാണ് ലെവൽ 1, 2, 3, 4. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത്. ലെവൽ 1ന്റെ ആൻസറാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ ചെയ്തേക്കുന്നത്. സോറി, ഇതാണ് ലെവൽ 1.
നമ്മൾ വീഡിയോ എടുക്കാൻ സൗകര്യത്തിനാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് ക്യാമറ. ലെവൽ 1 നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ലെവൽ 2 ആണ് കേട്ടോ ഈ വീഡിയോയില്. ലെവൽ 2 സോറി, ഇത് ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോയിൽ കവർ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടി കാണിക്കണ ലെവൽ 2. ലെവൽ 2. ഇനി ലെവൽ 3 ആണ് അടുത്തത്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണേ, അതാണ് നല്ല മഴയുണ്ട്. എന്താ പറയാ, മഴയുടെ സൗണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നത്. കാര്യമായ മഴയില്ല, എന്നാലും അത്യാവശ്യം മഴയുണ്ട്. ഇപ്പൊ സമയം 2:45 ആയിട്ടുണ്ട്. ഏകദേശം എന്താ പറയാ, ഈ ടൈമില് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാത്രി എടുക്കുന്ന വീഡിയോ ഒക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഉറപ്പൊക്കെ എന്താ പറയാ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കുമല്ലോ വീഡിയോ എടുക്കുന്നത്. എന്തായാലും ലെവൽ 3 നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ദയവായിട്ട്. ഇപ്പൊ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇനി ലെവൽ 4 ആണ് ഇനിയുള്ളത്. ലെവൽ 4ന്റെ ആൻസർ ആണ് നമ്മൾ കാണിച്ചേക്കുന്നത്. 14 ക്വസ്റ്റ്യൻ ഉണ്ട്. ലെവൽ 4 ആണ് ലാസ്റ്റ്. ഇതോടുകൂടി അവസാനിക്കുന്നു പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ഈ 2 വീഡിയോയും ബേസ് ചെയ്തിട്ട് 2 വീഡിയോന്റെയും അവസാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ആൻസേഴ്സ്, പ്രിന്റഡ് ആൻസേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത് വീഡിയോയില്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ശരിക്കും നമ്മൾ വീഡിയോ എടുത്ത മൈക്ക് ഓഫ് ചെയ്തിടേണ്ടതായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം മൈക്ക് ഓൺ ആയി കിടക്കുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പുതിയ ടോപ്പിക്സ് പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല.
നമുക്ക് അങ്ങനെ തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അത് നമുക്ക് വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു ഓണാക്കിയിട്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല വീഡിയോയിൽ, നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കാം. അപ്പം അതുകൊണ്ടാണ് ഫുൾ ടൈം നമ്മൾ ഓണാക്കിയിട്ടത്. ഇടയ്ക്ക് നമ്മൾ വീഡിയോയിൽ അത്യാവശ്യം 1-2 വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി ഓണാക്കിയിട്ടതാണ്. ഇപ്പം മൊത്തം ചാർജ് പോയി, അങ്ങനത്തെ അവസ്ഥയായി. മൈക്ക് ഓഫായി പോയി. ഇനി ഒരു 10 മിനിറ്റോളൊക്കെ ഇനി കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്കിനി കെമിസ്ട്രി ടോപ്പിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇനിയിപ്പോൾ അതിന് പ്രാധാന്യം ഇല്ലല്ലോ. എന്തായാലും നമുക്ക് സമയം അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം നമുക്ക് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ടോപ്പിക്ക് പറയാൻ ആഗ്രഹിക്കണം. ചെറിയ ടോപ്പിക്കാണ്, ഭയങ്കര വലിയ ടോപ്പിക്കൊന്നുമല്ല. ജനറൽ സയൻസിൽ കെമിസ്ട്രി ആണ്. നമ്മൾ അതിൽ സിമെന്റ് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. സിമെന്റ്, അതാണ് നമ്മൾ പറയുന്നത്. സിമെന്റ് മെറ്റീരിയൽസ് റിക്വയർഡ് ടു മാനുഫാക്ചർ സിമെന്റ് ആർ കാൽസ്യം കാർബണേറ്റ്, limestone, chalk, etc., aluminum silicate, clay, and a small quantity of gypsum, CaSO4, 2H2O. The best type of cement is Portland cement, the average composition of which is CaO 63%, Fe2O3 3%, CmGO 1.5%, alkali 0.5%, SiO2 21%, SO3 1.5%. The raw materials are first crushed, mixed together, and ground to a fine powder. The powder is then fed into a kiln temperature 1890 K. At this temperature, calcium oxide from the limestone combines with the aluminum silicate to form calcium silicate and aluminate. The result mixture is mixed with 2.3% gypsum and ground to form cement. അടുത്തത് കോൾ. നമ്മൾ പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവായി ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. ഇനി പറയാനുള്ളത് കോളാണ്. കോൾ originates from the remains of trees, bushes, ferns, mosses, and other forms of plant life that flourished in swamps and marshes millions of years ago. Important products are derived from coal by a process called pyrolysis, heating of coal in the absence of air, which produces coke, a residue, and volatile matter such as coal gas and a liquid known as coal tar. ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈക്ക് ഓഫായി പോയി. ഭാഗ്യത്തിന് നമ്മളത് കണ്ട്, അതാണ് നമ്മൾ ഓണാക്കി ഇട്ടേക്കണത്. നമുക്കധികം സംസാരിക്കാൻ എന്താ പറയുക ടൈമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു ടോപ്പിക്സ് എടുക്കായിരുന്നു ഈ വീഡിയോയിൽ. ഒരുപക്ഷെ നമ്മളങ്ങനെ മൈക്ക് ഓഫ് ചെയ്തിട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത് ഓണാക്കാനെങ്ങാനും മറന്നുപോയി കഴിഞ്ഞാൽ കുറേ ഭാഗത്ത് സാധനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ടൈം ഓണാക്കിയിട്ടത്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുറേ കൂടി ടോപ്പിക്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഇനി എന്തായാലും നമുക്കൊരു വേറെ അവസരത്തിൽ നോക്കാം. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്യും. നമ്മുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ദയവേദ എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേദ ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ വീഡിയോ നമ്മൾ രാത്രി എടുക്കാനുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTV നല്ല രീതിയിൽ ഈ വീഡിയോ ഉപകരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ വീഡിയോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കാം ദയവേത്. പിന്നെ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഫിസിക്സ് ചാപ്റ്റർ നമ്മൾ തുടങ്ങിയെന്നുള്ള 3rd ചാപ്റ്റർ. പിന്നെ ഇൻട്രൊഡക്ഷൻ, ഫിസിക്കൽ കോൺസ്റ്റൻസ്, ടേബിൾ 3.1, ഇമ്പോർട്ടൻ്റ് ഫിസിക്കൽ കോൺസ്റ്റൻസ്, അതുപോലെ തന്നെ
ക്വാണ്ടൈസേഷൻ, പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗാലറിയിലായിട്ട് ചെയ്തു വെച്ചേക്കാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കാണിച്ചേക്കുന്ന വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുക എന്തായാലും, കാരണം വീഡിയോ ഒക്കെ തുടർച്ച ചെയ്തുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.